പൗരത്വ നിയമത്തെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ സങ്കുച ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അഭിപ്രായപ്പെട്ടു. ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ പരാജയമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻമാർ തോമസ് തറയിലും വിമർശിച്ചു. എന്നാൽ CAA പ്രചാരണായുധമാക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്നത് ക്രൂരമായ അതിക്രമങ്ങളെന്ന് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ വിമർശനം. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഡോക്ടർ തോമസ് ജെ നെറ്റോ. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പണം കൊണ്ട് വിജയം നേടാൻ നടത്തുന്ന ശ്രമം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. പലപ്പോഴും ജനാധിപത്യത്തെ നയിക്കാനും നിയന്ത്രിക്കാനും ഉള്ളവര് പണത്തിന്റെ സ്വാധീനത്തിലൂടെ കടന്നു വരുമ്പോൾ അവൻ മുടക്കിയത് അവൻ തിരിച്ചു പിടിക്കാൻ പരിശ്രമിക്കുന്ന ഒരു കാലാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിലിന്റെ സന്ദേശം. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാനാണ് നിയമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ മറുപടി. CAA ഈ രാജ്യത്ത് ആരുടെയും പൗരത്വം ചോദ്യം ചെയ്യുന്നില്ല. CAA പൗരത്വം നൽകാനുള്ളതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷരുടെ വിമർശനം തള്ളി കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനും രംഗത്തെത്തി. ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.